പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇത് കേട്ട് കാണും. യു ഡി എഫിലെ ഘടകകക്ഷിയും മുന്നണിയിൽ തലയിൽ ആൾ താമസമുള്ള ചുരുക്കം ചില നേതാക്കളിൽ ഒരാളുമായ സി പി ജോൺ പറഞ്ഞത് കേട്ടിരുന്നുവോ? ഒരു മലയാളം ചാനലിലൂടെയാണ് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും ആസൂത്രണ ബോർഡിലെ മുൻ അംഗവുമായ സി പി ജോൺ താൻ RSS സർസംഘചാലകവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് കാര്യം പുറത്തുവിട്ടത്. സംഭവം ഇങ്ങനെ: ചാനൽ ചർച്ചയിൽ ഇപ്പോഴത്തെ വിവാദങ്ങളാണ് പ്രധാന ചർച്ചാ വിഷയം. എല്ലാവരും ഇട്ട് അലക്കുന്നതും RSS നേതാവിനെ ADGP സന്ദർശിച്ച കാര്യമാണ്. ഈ ചർച്ചയ്ക്കിടയിലാണ് RSS സർസംഘചാലക് മോഹൻ ഭാഗവത് UDF നേതാവ് സി പി ജോണുമായി ചർച്ച നടത്തിയെന്ന കാര്യം BJP പ്രതിനിധി B ഗോപാലകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ തന്നെ ആങ്കർ സി പി ജോണിനെ ഫോണിൽ വിളിക്കുന്നു. ജോൺ ലൈനിൽ വരുന്നു. ജോണിനോട് ആങ്കർ ചോദിക്കുന്നു, താങ്കളെ മോഹൻ ഭാഗവത് സന്ദർശിച്ചിരുന്നുവോ? ജോൺ പറയുന്നു, ഞാൻ മോഹൻ ഭാഗവതിനെ കണ്ടിട്ടേയില്ല. എന്നാൽ 20 വർഷം മുമ്പ് അന്നത്തെ RSS മേധാവിയായിരുന്ന അല്ലെങ്കിൽ സർസംഘചാലകായിരുന്ന KS സുദർശൻജിയെ ഞാൻ കണ്ടിരുന്നു. അതെ, സുദർശൻജിയെ കണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം വ്യക്തമാക്കുന്നു, 20 വർഷം മുമ്പ് സുദർശൻജി സർസംഘചാലകായിരിക്കെ നദീ സംരക്ഷണത്തെക്കുറിച്ചുള്ള സെമിനാറിൽ അദ്ദേഹം സംസാരിക്കാൻ വന്നു തിരുവനന്തപുരത്തെ BJP RSS നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനമായ അനന്തപുരം സഹകരണ സംഘത്തിലായിരുന്നു പരിപാടി. ഞാനും ആ പരിപാടിയിൽ സംസാരിച്ചിരുന്നു. പരിപാടി കഴിഞ്ഞ ശേഷം പിന്നീട് സുദർശൻജി എന്നെ കാണണമെന്ന് പറഞ്ഞു. എന്നെ വിളിപ്പിക്കാമല്ലോ എന്ന് RSS നേതാക്കൾ പറഞ്ഞു. സുദർശൻജി പറഞ്ഞു, പോരാ, ജോണിനെ അങ്ങോട്ട് പോയി കാണണം, വീട്ടിൽ പോയി കാണണം. അതോടെ RSS നേതാവ് സേതുവേട്ടൻ എന്നെ വിളിച്ചു. സർസംഘചാലകന് വീട്ടിൽ വരാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞു. ഞാനുടൻ മുഖ്യമന്ത്രി AK ആൻ്റണിയെയും എൻ്റെ പാർട്ടി സെക്രട്ടറി സഖാവ് MV ആറിനെയും അറിയിച്ചു. സുദർശൻജി എൻ്റെ വീട്ടിൽ വന്നു. കേരളത്തിൽ ജലദൗർലഭ്യം ഉണ്ടായിരുന്ന സമയമായിരുന്നു അത്. ചെടികളുടെ ചുവട്ടിൽ മണ്ണ് കിളച്ച് അവിടെ മാത്രം വെള്ളമൊഴിക്കുന്ന ജലസേചന രീതിയെക്കുറിച്ചായിരുന്നു സുദർശൻജി അന്ന് സംസാരിച്ചത്. പ്ലാനിംഗ് ബോർഡ് അംഗമായിരുന്ന ഞാൻ അത് സംബന്ധിച്ച് അദ്ദേഹവുമായി കൂടുതൽ കമ്മ്യൂണിക്കേഷൻസുകളൊക്കെ നടത്തി. ഔദ്യോഗികമായി തന്നെയായിരുന്നു ഈ കമ്മ്യൂണിക്കേഷനുകളൊക്കെ. പാലക്കാട് ജില്ലയിലെ വടകരപ്പതി പഞ്ചായത്തിൽ ഞങ്ങളത് വിജയകരമായി നടപ്പാക്കുകയും ചെയ്തു. അന്ന് വഴുതക്കാട്ടെ എൻ്റെ വീട്ടിൽ നടന്ന കൂടിക്കാഴ്ച ഏതാണ്ട് 1 മണിക്കൂറിലധികം നീണ്ടു നിന്നു. ഇനിയിപ്പോൾ വി ഡി സതീശൻ എന്താണ് പറയാനുള്ളതെല്ലാം പക്ഷേ അദ്ദേഹം പറയില്ല. പിണറായി വിജയൻ പ്രതിസന്ധിയിലായപ്പോൾ പിണറായിയെ രക്ഷിക്കാൻ പുതിയ വിവാദവുമായി ഇറങ്ങിയ ആളല്ലേ സതീശൻ. UDF നേതാക്കളും RSS സർസംഘചാലകനെ കണ്ട് ചർച്ച നടത്തിയ വിഷയം ആ നേതാവ് തന്നെ പുറത്തു പറഞ്ഞല്ലോ. ഇത് പറഞ്ഞത് അദ്ദേഹം മാത്രമല്ല. ഇനി സതീശനും ഒരുപക്ഷെ RSS നേതാക്കളെ കണ്ടിട്ടുണ്ടാവാം. സതീശൻ RSS നേതാക്കളെ കണ്ടിരുന്നുവോ? സതീശൻ്റെ നേതാവായിരുന്ന ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ എത്ര RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ RSS സംസ്ഥാന പ്രചാരകനായിരുന്ന വസന്തറാവു ഓഖ് ഇന്ദിരാഗാന്ധി ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യയുടെ മറ്റേതോ ഭാഗത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന തൻ്റെ സുഹൃത്തിന് അല്ലെങ്കിൽ തൻ്റെ സഹപ്രവർത്തകന് കൊടുക്കാനുള്ള ബുക്കോ മറ്റോ വസന്തറാവു ഇന്ദിരാഗാന്ധിയെ അദ്ദേഹം ബുക്ക് ഏൽപ്പിച്ചതും അദ്ദേഹം ഇന്ദിരാഗാന്ധി അവിടെ പോയ സമയത്ത് മറ്റേയാൾക്കത് കൊടുക്കുന്നതും ആ കൊടുത്തതുമായ ഒരു കാര്യം എവിടെയോ നാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ഐത്തത്തെയും എതിർക്കുന്ന അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കട തുറക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവായ വി ഡി സതീശൻ അപ്പോൾ എന്തിനാണ് ഒരു പുതിയ ഐത്തം കൊണ്ടുവരുന്നത്? RSS നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ, പ്രധാനമന്ത്രിയും ആയിരുന്ന കോൺഗ്രസ് നേതാക്കൾ പ്രധാനമന്ത്രി ആയിരിക്കെ ചർച്ച നടത്തുന്നു, സംസാരിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുന്നു, UDF നേതാക്കൾ സംസാരിക്കുന്നു. ഇപ്പോൾ മാത്രം എന്താണ് ഒരു ഐത്തം കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം? 2 കാര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. ഒന്ന്, പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പിണറായി വിജയനെ രക്ഷിച്ച ചരിത്രമാണ് വി ഡി സതീശനുള്ളത്. അത് അദ്ദേഹം ഇത്തവണയും നിർവഹിച്ചു എന്ന് മാത്രം. രണ്ടാമത്തേത്, RSS വിരോധം മൂർച്ഛിപ്പിച്ചാൽ, അതായത് RSS ആയിട്ട് അവർ ധാരണയുണ്ടായി, അങ്ങനെ RSS വിരോധം മൂർച്ഛിപ്പിച്ചാൽ മുസ്ലിം ന്യൂനപക്ഷ വോട്ട് കിട്ടുമെങ്കിൽ അതങ്ങ് കിട്ടിക്കോട്ടെ എന്നുള്ളതാണ് വി ഡി സതീശൻ്റെ ഒരു ന്യായം. അതിനാണ് അദ്ദേഹം ഈ പുതിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്.